വെച്ച് വെളുത്തറയിലിടുക. നേരത്തെ തുടങ്ങിയാ ജസ്റ്റ് പുല്ല് വെച്ചതേ ഉള്ളൂ. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് 7 പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ, കാവേരി, നദി ബലിത്തറയിൽ അർപ്പിക്കുക. ചോറും തൈരും നന്നായി കുഴച്ച് 14 ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് 14 പ്രാവശ്യം ബലിത്തറയിലിടുക. അല്ല മാധവ, ഈ 14 പ്രാവശ്യം എങ്ങനെയാന്ന്? കുഞ്ഞപ്പൻ നല്ലോണം കഴിക്കലുണ്ടായിനി. 14 ഉള്ളിയൊന്നും ഓന് പോരാ. ഞാൻ മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചാന്ന്. 14 അല്ല 16 അല്ലപ്പാ, അങ്ങനെയല്ലേ ഇപ്പം അതിൻ്റെ കണക്ക്. മരിച്ചിട്ട് 14 ആയി എന്നല്ലേ പറയുന്നത്. എന്ത് മരിക്കില്ല, നീ കണ്ടിനാ? എന്നാ നിങ്ങൾ പറ എത്രയാന്ന്? ആ, നീ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാം. എന്തേലും ആട്ട്. എപ്പോ കഴിയും? ഒറ്റ മിനിറ്റ്, നമ്മ ഇപ്പൊ നോക്കും. നീ വന്നിട്ട് കുറെ നാളായല്ല. നീ കുറേണ്ടാ? ഞാൻ അത് വിട്ടു, ശരിയാകുന്നില്ല. ആർക്ക്? അവരിക്കാ? സുപ്പാ, പഴയ പോലെ ഗോളൊന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്താടോ ഒരു ജോലി ശരിയായിട്ടുണ്ട്. പോയി രാജിവെച്ചിട്ട് കേൾക്ക്, ബാംഗ്ലൂരാന്ന്. എനിക്ക് വേറെ പണിയില്ല എൻ്റെ ചങ്ങനെ. എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ നിന്റെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ടാ ബാംഗ്ലൂർ. നിങ്ങൾ അച്ഛനെ കൂടെ കൂട്ടിയായിരുന്നു ആലോചിക്കുന്നത്. അത് നല്ലതാ അച്ഛൻ. പക്ഷേ വേറെ രീതിയിൽ പറയേണ്ടി വരും. മുമ്പത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഇങ്ങോട്ട് നോക്ക്. ബോഡി കിട്ടിയ കണക്കും പഴക്കവും നോക്കുമ്പോൾ ഭാസ്കരേട്ടാ ഇന്നത്തേക്ക് 14 ദിവസമായി. എന്ത് ബോഡി ആര് കണ്ടിന്? ഇതും കൊള്ളാം. എല്ലാവരും ചത്തിട്ടാ കിട്ടിയത് അച്ഛന്റെ ബോഡി അല്ല. ചത്തു വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? 14 വേണോ 16 വേണോ, തൈര് കുഴച്ചിട്ട് കൊടുക്കണോ, അല്ല നിങ്ങളെ ബലിയിടലിന് തീരുമാനിച്ചാൽ മതി. എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോയാൽ പോരാ. വെറുതെ കച്ചരാക്കാൻ നിൽക്കുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല. എന്നാ പിന്നെ പോയിക്കൂടെ? അച്ഛാ, സുബ്രഹ്മണ്യം പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ. കടുപ്പം കാര്യം. ഓ, കടുപ്പം. എന്ത് കടുപ്പം? ആ നായു എൻ്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടുപോയതാ. ഓൻ ചത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക. ഓൻ ചെയ്യുന്നതാണ് കടുപ്പം. അതും കുഴപ്പം തന്നെ. മാമ, പത്രം. മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ടോ? മെലിഞ്ഞിട്ടുണ്ടല്ലോ. മാമ, ഇന്നലെ രാത്രി TV-യിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കനൊരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര്. 1 ലക്ഷം രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കാം. ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ, സേഫാണ്. പ്രശ്നേട്ടാ, രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അതേടെ പോയാലും ശരി.
അച്ഛാ ഞാൻ അരക്കണം. അറിഞ്ഞിട്ടുണ്ടോ നോക്ക്. ആ അതറിഞ്ഞല്ലോ. ആ എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്ര അറിയൂ അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ വീട് എന്ത് പണിയിട്ടാണ് അച്ഛാ? പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ആ നീ എവിടെ പോകുന്നു? ഇവിടെ വരെ ഗ്രൗണ്ട് വരെ. തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ. തോക്കുന്ന പേടിയുണ്ട്. ആ വാട കുറച്ച് സമയം. രാത്രി ഇരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ മധുവേട്ടാ? പോണം, സമയത്തില്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ എൻ്റെ ശിഷ്യന്മാരല്ലേ, അവളെ നോക്കിക്കോളൂ. മരുന്നിൻ്റെ പണിയല്ലേ. ഇതെല്ലാം എപ്പം പറയലും. ഇപ്പം ഞാൻ അങ്ങനെ പറയണ്ട. ഇടക്ക് പറയും. ഏയ് നിന്റെ അച്ഛനെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരേക്ക്? ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. ബസ്സിലോട്ട് കിടക്കേണ്ട പണി ബാംഗ്ലൂർ. വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടിൽ. ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? എൻ്റെ പൊന്നു അതേട്ടാ, ഞാൻ എവിടെയും പോണില്ല. ചേട്ടാ ഒരു ചായ. എന്നെപ്പോലെ ചേട്ടാ നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോവോ? അർജന്റാ. എന്തിനാ? നിങ്ങൾ അച്ഛൻ വീണു. എന്താ പറ്റിയേ? അലക്കുന്നിടത്ത് വീണതാണ്. അക്കര എന്ത് ഒറ്റക്ക് ജീവിക്കുന്ന മോനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തൂടെ? അങ്ങോട്ടൊക്കെ ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാൽ മതി, അച്ഛനെ ചെവി വെക്കും. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ, ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയിലേക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്ക. ഏയ് എന്തിന്? ഓ ഓ ഓ എനക്കിനിപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖമല്ലേ, എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോ. നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ? രസനേട്ടാ, ഒരു ഹോംലെസിന് വേണമല്ലോ. നിനക്കാ? അനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ, അച്ഛനും നോക്കാൻ ഒരു ഹോംലെസിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഓ ആ ഹോം നേഴ്സ്. ഈ ഹോം നേഴ്സ് അത്ര സേഫ് അല്ല കേട്ടോ. ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലോ. നിങ്ങൾ എന്നെ നോക്കുന്നത് വീട്ടിലോട്ട് പറഞ്ഞ ഹോംലെസ് സേഫ് അല്ലാന്നാണ്. അവരെന്തെങ്കിലും കട്ടുകൊണ്ടു. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛനാണ്. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല നോർമൽസ് കിട്ടും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നിനക്ക്? അച്ഛൻ അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ്. क्या बनाऊं साहब खाने में? എന്താ കഴിക്കാൻ വേണ്ടെന്ന്? വിളിച്ചോണ്ട് പോടാ. അടുക്കള കയറി. കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. सर जी बड़े साहब कुछ काम नहीं करने देते मुझे, खाना भी पूरा उन्होंने ही बना दी. പൊതുവാളാണോ ഇവര്? എൻ്റെ ഭാസ്കര പൊതുവാള് എന്ത് നായര്, എന്ത് പൊതുവാള്. ഹരിയാനയിലെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണത്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? എത്ര മാസമായിട്ടറിയാം? ഇന്ന് ഏജൻസി പോയപ്പോൾ. നീ അത്രക്കാരനല്ലാന്നറിയാം. എന്ത്?
ഗർഭിണിയാണ്. ഛർദിയോട് ഛർദി. കൺഗ്രാജുലേഷൻസ്. അല്ല ഇപ്പം എന്ത് ചെയ്യും? यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है. अല്ല VK ഭാസ്കര പൊതുവാൾ. വേണമെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ. പോയിക്കോ. ठीक है. ശരി എന്ന് പറഞ്ഞു. ശരി പോയതാ. കുറേ നമ്പറുണ്ടല്ലോ, വൈറസ് ആയിരിക്കും, പൈസ പോവേ. ഹലോ നിന്നോട് ഈ സാധനത്തിന്മേ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ, എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനും അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ. ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ വിടാനാ? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിലിട്ട് വെക്കും. എനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ പറഞ്ഞ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ഞാൻ വീണ്ടും പറയുന്നത് ഹോംനെസ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മളെ ആ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ, കാർത്തികന്, അവരെ വിളിച്ചോ? അവര് വേണ്ട, പ്രായമായില്ലേ. ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ല, അവർക്ക് ഉണ്ടെങ്കിൽ സൂക്കേട് വന്നാൽ അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും അല്ലേ? വേറെ എന്തിന്? കാർത്തികനെ ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്നെ അവരെ നോക്കിക്കൊള്ളില്ലേ.